വെടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ രാജ്യം രാമമയമായിരിക്കുന്നു. ഇന്ത്യയിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. നോക്കൂ, 2025 നവംബർ 25 എന്ന് പറയുന്ന ഈ ദിവസം ഇന്ത്യയുടെ ഇതിഹാസ ദിനമായി മാറിയിരിക്കുന്നു. രാമക്ഷേത്രത്തിന്റെ മുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത്. അതാ നിന്റെ വിഷമം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇന്നൊരു മതത്തിന്റെ വക്താവും പ്രയോക്താവുമായി നിന്നുകൊണ്ട് രാജ്യത്തോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിൽ തന്നെയാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരിക്കുന്നത്. അതേ ഭരണഘടനയെ ഏൽപ്പിടിച്ചാണല്ലോ ഈ പറയുന്ന നരേന്ദ്രമോദിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. ആ പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് ഹിന്ദു മതത്തിന്റെ വക്താവായും പ്രയോക്താവായും നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇതാ ഒരു രാമരാജ്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തന്റെ തന്തയല്ല, എന്റെ തന്ത. 2025 നവംബർ 25 രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ശതമാനവും ഞാൻ യോജിക്കുന്നു. വിഷവേ